ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വിവാഹത്തെക്കുറിച്ചുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 10 ഫാക്റ്റുകളാണ്. ഒന്നാമത്തെ ഫാക്ട്, നമുക്കറിയാം വിവാഹ ബന്ധത്തെ വളരെ പവിത്രമായിട്ടാണ് പല രാജ്യങ്ങളിലും ഇന്നും കാണുന്നത്. ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ വിവാഹ ബന്ധത്തിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. വിവാഹം കഴിയുന്ന കപ്പിൾസ് എപ്പോഴും ഒരുമിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ രസകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, പകൽ സമയങ്ങളിൽ വിവാഹശേഷം കപ്പിൾസ് ഒരുമിച്ചിരിക്കുന്ന സമയത്തിന്റെ ഒരു ആവറേജ് എടുത്തു നോക്കിയാൽ ഓരോരുത്തർക്കും അങ്ങനെ അവർക്ക് മാത്രമായി ഒരുമിച്ചിരിക്കാൻ സാധിക്കുന്നത് കേവലം 4 മിനിറ്റ് മാത്രമാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കുട്ടികൾ ഉണ്ടാകാം, ചിലപ്പോൾ ജോലി സംബന്ധമായ തിരക്കുകൾ ഉണ്ടാകാം, ഇന്റർനെറ്റ് ഉണ്ടാകാം, ഹോബീസ് ഉണ്ടാകാം, അല്ലെങ്കിൽ ഫാമിലി ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ മറ്റ് റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടാകാം. ഇവരുടെയൊക്കെ ഇടയിൽ നിന്ന് അല്ലെങ്കിൽ തിരക്കുകളിൽ നിന്നൊക്കെ മാറി കപ്പിൾസിന് മാത്രമായി പകൽ സമയങ്ങളിൽ ആവറേജ് 4 മിനിറ്റിൽ കൂടുതൽ ലഭിക്കുന്നില്ല എന്നതാണ് ഏറ്റവും രസകരം. രണ്ടാമത്തെ ഫാക്ട്, ചില കണക്കുകൾ സൂചിപ്പിക്കുന്നത്, നമുക്കറിയാം ധാരാളമായിട്ട് പലരും പരസ്പരം പ്രണയിച്ച് വിവാഹം കഴിക്കുന്നുണ്ട്. പഴയ കാലത്തിൽ നിന്ന് ഇപ്പോഴുള്ള ഒരു മാറ്റം പരിശോധിച്ചാൽ ഒരുപാട് പ്രണയ വിവാഹങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ സാധാരണ അറേഞ്ച് മാരേജുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് 75% പ്രണയ വിവാഹങ്ങളും ഡിവോഴ്സിലാണ് അവസാനിക്കുന്നത് എന്നാണ് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. മൂന്നാമത്തെ ഫാക്ട്, സാധാരണഗതിയിൽ വിവാഹപ്രായം എന്ന് പറയുന്നത് 26-28 വയസ്സിനൊക്കെ ശേഷമെന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. എന്നാൽ അതേസമയം പലപ്പോഴും പല വിവാഹങ്ങളും 25 വയസ്സിന് മുമ്പ് തന്നെ നടക്കാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഇത് സർവ്വസാധാരണവുമാണ്. എന്നാൽ ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് 25 വയസ്സിൽ താഴെ ഉള്ള വിവാഹ ബന്ധങ്ങൾ പലപ്പോഴും ഡിവോഴ്സിലാണ് അവസാനിക്കാറുള്ളത്. സാധാരണ 25 വയസ്സിന് ശേഷം നടക്കുന്ന വിവാഹ ബന്ധങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് ഇത്തരത്തിൽ 25 വയസ്സിൽ താഴെ വിവാഹം കഴിക്കുന്ന കപ്പിൾസിനിടയിൽ വിവാഹ ബന്ധം വേർപെടുത്തുന്നത് കൂടുതലായി കാണുന്നത്. നാലാമത്തെ ഫാക്റ്റും അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ കൂടുതലും നടക്കുന്ന വിവാഹങ്ങൾ സ്ത്രീയേക്കാൾ പുരുഷന് പ്രായമുണ്ടാകുന്ന രീതിയിലായിരിക്കും. അതായത് എപ്പോഴും പുരുഷനായിരിക്കും പ്രായ കൂടുതൽ ഉണ്ടാവുക, സ്ത്രീക്ക് പുരുഷനേക്കാൾ പ്രായം കുറവുമായിരിക്കും. ഈ ഒരു സിസ്റ്റമാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത്. എന്നാൽ പലപ്പോഴും വിദേശ രാജ്യങ്ങളൊക്കെ തന്നെ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സിസ്റ്റമാണ് പിന്തുടരുന്നത്. അവിടെ ഇത്തരത്തിലൊരു ഏജ് ഒരു വലിയ ഫാക്ടർ അല്ല. അവിടെ പരസ്പരം ഇഷ്ടപ്പെടുന്നവർ തമ്മിൽ വിവാഹം കഴിക്കുന്നു. അവിടെ ചിലപ്പോൾ പുരുഷന് പ്രായം കൂടുതലുണ്ടാകാം, സ്ത്രീകൾക്ക് പ്രായം കുറവായിരിക്കാം അല്ലെങ്കിൽ കൂടുതലായിരിക്കാം. അതവിടെ ഒരു വലിയ വിഷയമാകുന്നില്ല. ഇന്ത്യയിലും പലപ്പോഴും പല പ്രമുഖ വ്യക്തികളും അത്തരത്തിൽ പെടുന്നുണ്ട്. സച്ചിൻ ടെണ്ടുൽക്കറിനെ പോലെയുള്ള ധാരാളം പേര് അത്തരത്തിൽപ്പെട്ട ആൾക്കാരാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് അദ്ദേഹത്തിനേക്കാൾ പ്രായ കൂടുതലുണ്ട്. അപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇത്തരത്തിൽ പുരുഷനേക്കാൾ പ്രായ കൂടുതലുള്ള സ്ത്രീകളുമായുള്ള വിവാഹ ബന്ധങ്ങൾ പലപ്പോഴും ഡിവോഴ്സിൽ അവസാനിക്കുന്നതായിട്ടും ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഇതും നമ്മൾ സാധാരണ പുരുഷന് പ്രായവും കൂടുതലും സ്ത്രീക്ക് കുറവുമായിട്ടുള്ള വിവാഹ ബന്ധങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് സ്ത്രീക്ക് പ്രായ കൂടുതലുള്ള വിവാഹ ബന്ധങ്ങൾ കൂടുതലും ഡിവോഴ്സിലേക്ക് പോകുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഞ്ചാമത്തെ ഫാക്ട്, ഒരു പ്രധാനപ്പെട്ട പഠനം സൂചിപ്പിക്കുന്നത്, വിവാഹശേഷം സാധാരണ സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷന്മാർക്കാണ് മാനസികമായിട്ടുള്ള സമ്മർദ്ദം കൂടുതൽ എന്നാണ്. സാധാരണഗതിയിൽ നമ്മൾ കേട്ടിട്ടുള്ളത് സ്ത്രീകൾ വളരെ വലിയ ദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ വളരെ വലിയ പ്രതിസന്ധികളും പീഡനങ്ങളും ഒക്കെ നേരിടേണ്ടി വരുന്നുണ്ട്. രാവിലെ മുതൽ തന്നെ വൈകിട്ട് വരെ എപ്പോഴും കഷ്ടപ്പെടുന്ന, അധ്വാനിക്കുന്ന അത്തരം കഥകളാണ് എപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് സ്ത്രീകളെക്കാൾ കൂടുതൽ മാനസികമായിട്ട് കൂടുതൽ സമ്മർദ്ദം പലപ്പോഴും പുരുഷന്മാർക്കാണ് എന്നാണ്. ആറാമത്തെ ഒരു പ്രധാനപ്പെട്ട ഫാക്ട്, ഒരു നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു മാരേജ് ലൈഫ് കൊണ്ടുപോകുന്ന യുവാവിനാണെങ്കിലും യുവതിക്കാണെങ്കിലും ജീവിതത്തിൽ കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നു എന്നാണ് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അതായത് അവർ കൂടുതൽ ജീവിതം ആസ്വദിക്കുന്നുണ്ട്, അവരുടെ ജീവിതം കുറച്ചുകൂടി സാറ്റിസ്ഫൈഡ് ആണ് എന്നാണ് ഏറ്റവും പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഏഴാമത്തെ ഫാക്ട്, ഇപ്പോൾ അമേരിക്കയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സാധാരണ വിവാഹം കഴിഞ്ഞ് ഡിവോഴ്സ് ആവുന്ന കപ്പിൾസ് സാധാരണഗതിയിൽ ഏതാണ്ട് അതിൽ 60%-ലധികം പേരും 5 വർഷത്തിനുള്ളിൽ തന്നെ വീണ്ടും വിവാഹം കഴിക്കുന്നു എന്ന ഒരു പഠന റിപ്പോർട്ട് അമേരിക്കയെ ആസ്പദമാക്കി പുറത്തു വന്നിരുന്നു. അമേരിക്കയിലെ ഏകദേശമുള്ള മേഖലകളിലും നടന്ന ഒരു റിസർച്ചിന്റെയും ഒരു സർവേയുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു പ്രധാനപ്പെട്ട ഒരു ഫാക്ട് പുറത്തു വന്നത്. 60% എന്ന് പറയുമ്പോൾ ഇന്ത്യയുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഉയർന്ന ഒരു തോത് തന്നെയാണ് അത്. എട്ടാമത്തെ രസകരമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, വിവാഹം കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞതിന് ശേഷം ഉള്ള കപ്പിൾസുമായിട്ട് നടത്തിയ അഭിമുഖങ്ങളിലൂടെ ഒരു പഠന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അവരുടെ റിസർച്ച് പ്രകാരം ഇപ്രകാരമാണ് പറയുന്നത്,
വിവാഹം കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞ കപ്പിൾസ് ശരിക്കു പറഞ്ഞാൽ ജീവിതത്തിൽ ഹാപ്പി ആണോന്ന് ചോദിക്കുമ്പോൾ ഭൂരിഭാഗം പേരും പൂർണ്ണമായി ഹാപ്പി അല്ല എന്നാണ് ആൻസർ പറഞ്ഞത്. എന്നു മാത്രമല്ല, വിവാഹത്തിന് മുമ്പാണോ വിവാഹത്തിന് ശേഷമാണോ കൂടുതൽ സന്തോഷവാൻ അല്ലെങ്കിൽ സന്തോഷവതി എന്ന ചോദ്യത്തിനും വിവാഹത്തിന് മുമ്പാണ് എന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരും ഉത്തരം പറഞ്ഞത് എന്ന രസകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. 9ാമത്തെ ഫാക്ട്, അതുപോലെ തന്നെ രസകരമായി നടന്ന മറ്റൊരു സർവേ ഉണ്ടായിരുന്നു. അതിലെ ചോദ്യം ഇപ്രകാരമായിരുന്നു: ഇപ്പോൾ നിങ്ങൾ വിവാഹം കഴിച്ചിരിക്കുന്ന ആളെ തന്നെ ഇനി നിങ്ങൾക്കൊരു ജന്മമുണ്ടെങ്കിൽ വിവാഹം കഴിക്കാനായി ഒരു അവസരം ലഭിച്ചാൽ നിങ്ങൾ ചൂസ് ചെയ്യുമോ എന്ന രസകരമായ ചോദ്യത്തിനും ഭൂരിഭാഗം വരുന്ന യുവതികളും യുവാക്കളും നൽകിയ ഉത്തരം ഇല്ല എന്ന് തന്നെയാണ്. അതിൽ തന്നെ ചിലർ തമാശ രൂപേണ പറഞ്ഞത് ഇനി വിവാഹമേ കഴിക്കില്ല എന്നാണ്. 10ാമത്തെ ഫാക്ട് നമ്മുടെ ഇന്ത്യയെക്കുറിച്ച് തന്നെയാണ്. ലോകത്ത് ഇന്ന് നിലവിലുള്ള രാജ്യങ്ങളിൽ വച്ച് വിവാഹ ബന്ധത്തിന് ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്ന രാജ്യമെന്ന് പറയുന്നത് ഇന്ത്യയാണ്. ഏറ്റവും കൂടുതൽ വിവാഹ ബന്ധം നിലനിൽക്കുന്ന രാജ്യവും ഇന്ത്യയാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വിവാഹ ആചാരങ്ങൾ നിലനിൽക്കുന്ന രാജ്യവും നമ്മുടെ സ്വന്തം ഇന്ത്യ തന്നെയാണ്. വിവാഹത്തെക്കുറിച്ചുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 10 ഫാക്ടുകളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.